ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജനുവരി 6. മിഷൻ 1000 പദ്ധതി മറ്റൊരു ചുവടുവയ്പ്. 1957 മുതൽ കേരളം മൂന്നാം ലോക രാജ്യങ്ങൾക്ക് കൗതുകവും ഇന്ത്യക്ക് വിസ്മയവുമാണ്. ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തുടക്കമിട്ട പദ്ധതികളും കൈക്കൊണ്ട നടപടികളും, പ്രത്യേകിച്ച് ഭൂപരിഷ്കരണ, വിദ്യാഭ്യാസ രംഗങ്ങളിലെ ചുവടുവയ്പ്പുകൾ നവീന സമൂഹ നിർമ്മാണത്തിന്റെ അടിത്തറയായിരുന്നു. അതിന്റെ തുടർച്ചകളും അനുബന്ധങ്ങളും സാധ്യമാക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നൽകിയ സംഭാവനകൾ അവിസ്മരണീയമാണ്. അതിൽ ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ പുതിയ കാഴ്ചപ്പാടുകളിലൂടെ ശ്രദ്ധേയമായി. ഭരണമികവും രാജ്യത്തിന് മാതൃകയായ വികസന ശൈലികളും പരിചയപ്പെടുത്തി വിജയമാക്കിയത് ദീർഘകാല നേട്ടങ്ങളാകുമെന്നുറപ്പ്. സുസ്ഥിര വികസനത്തിലെ കേരള മാതൃക ലോകം അംഗീകരിച്ചതാണെന്നും അത് പിന്തുടരുമെന്നും നീതി ആയോഗ് ഉപാധ്യക്ഷൻ സുമൻ ബെറി വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസമാണ്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കുന്നതിൽ മികച്ച പ്രകടനം നടത്തിയ സംസ്ഥാനമാണ് കേരളം. സാമൂഹ്യ പശ്ചാത്തല വികസന രംഗങ്ങളിലെ പ്രതിജ്ഞാബദ്ധമായ ഇടപെടലുകളും ഏറ്റെടുക്കുന്ന അതിനൂതന പദ്ധതികളും വഴികാട്ടികളാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള നിർമ്മാണത്തിന് ഊർജം പകരാൻ സംരംഭങ്ങളെ കൈപിടിച്ചുയർത്തുന്ന മിഷൻ 1000 പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായത് മറ്റൊരു നാഴികക്കല്ലാണ്. 4 വർഷത്തിനുള്ളിൽ 1000 സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളെ 100 കോടി വിറ്റുവരവുള്ള സ്ഥാപനങ്ങളാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ആദ്യപടിയായി തെരഞ്ഞെടുക്കപ്പെട്ട 88 സംരംഭത്തിന് വ്യവസായ മന്ത്രി പി രാജീവ് ഓഫർ ലെറ്റർ വിതരണം ചെയ്തു. 280 എണ്ണം കൂടി പരിഗണിക്കുമെന്നും യൂണിറ്റുകളെ സഹായിക്കാൻ വകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. തെരഞ്ഞെടുക്കപ്പെടുന്ന സംരംഭങ്ങൾക്ക് 2 കോടി വരെ മൂലധന നിക്ഷേപ സബ്സിഡി ലഭ്യമാക്കും. പ്രവർത്തന മൂലധനത്തിന് 50 ലക്ഷം വരെ പലിശ സബ്സിഡിയും. വിപുലീകരണ പദ്ധതി രേഖയ്ക്ക് 1 ലക്ഷം വരെയാണ്. MSMEകൾക്ക് അപേക്ഷിക്കാനായുള്ള ഓൺലൈൻ പോർട്ടൽ തുടങ്ങിയത് 2023 ഏപ്രിൽ 10 ഒക്ടോബർ 31 വരെ 500-ലേറെ അപേക്ഷകൾ ലഭിച്ചു. ഡയറക്ടറേറ്റ് തലത്തിൽ കിട്ടിയതാകട്ടെ 180 എണ്ണം. ചെറുകിട സംരംഭങ്ങളെ 100 കോടി വിറ്റുവരവുള്ള സ്ഥാപനങ്ങളായി ഉയർത്തുന്നതിന് ബാങ്കുകളുടെ പിന്തുണയോടെ കൂടുതൽ വായ്പ ഉറപ്പാക്കും. അവയെ സംസ്ഥാന സർക്കാർ ദത്തെടുത്ത് എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുകയും ചെയ്യും. പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ 2024 ഒരു വട്ടം കൂടി അവസരമുണ്ടാകും. സംരംഭങ്ങൾ കുറഞ്ഞ ജില്ലകൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് ആവേശകരവും പ്രചോദനാത്മകവുമാണ്. ഒരു തദ്ദേശ സ്ഥാപനത്തിൽ ഒരു സംരംഭം പദ്ധതി ജനുവരിയിൽ തന്നെ ആരംഭിക്കും. ട്രാൻസ്ജെൻഡേഴ്സിനെ മുഖ്യധാരയിലേക്ക് കൈപിടിക്കുന്നതിനും അവരുടെ സാമൂഹ്യ ഇടപെടലുകൾ ഫലപ്രദമാക്കുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വ്യത്യസ്തങ്ങളായ ഒട്ടേറെ പരിപാടികൾക്കാണ് തുടക്കം കുറിച്ചത്. ബജറ്റ് മുതൽ ആ പരിഗണന കാണാനാവും. KSRTC സ്വിഫ്റ്റ് ബസ്സുകളിൽ കരാർ അടിസ്ഥാനത്തിൽ ഡ്രൈവർ കം കണ്ടക്ടർമാരാകാൻ ട്രാൻസ്ജെൻഡേഴ്സിന് അവസരം നൽകുമെന്ന തീരുമാനവും എടുത്തു പറയേണ്ടതാണ്. ആദ്യമായാണ് KSRTCയിൽ ആ വിഭാഗത്തിന് നിയമന അവസരം ഒരുങ്ങുന്നത്. ദിവസം 10 മണിക്കൂർ ജോലിക്ക് 715 രൂപയും ഓരോ അധിക മണിക്കൂറിന് 130 രൂപയുമാണ് വേതനം. പുറമെ ഇൻസെന്റീവും. LME ലൈസൻസ് ഹോൾഡർമാർക്ക് പരിശീലനം നൽകി ഹെവി ലൈസൻസിന് സഹായിക്കും. കണ്ടക്ടർ പരിശീലനം നൽകി ആ ലൈസൻസും എടുത്തു നൽകും. കൊച്ചി മെട്രോയുടെ ആരംഭത്തിലും ട്രാൻസ്ജെൻഡേഴ്സിന് നിയമനം നൽകുകയുണ്ടായി. ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ 81 ട്രാൻസ്ജെൻഡറുകൾക്ക് 88.6 ലക്ഷം അനുവദിക്കുകയും ഉണ്ടായി. സാമ്പത്തിക വർഷത്തിൽ കിട്ടിയ അപേക്ഷകളിൽ അർഹർക്കെല്ലാം സഹായം നൽകി. ട്രാൻസ് വുമൺ വിഭാഗത്തിൽ 51 പേരെയും ട്രാൻസ് മാൻ വിഭാഗത്തിൽ 30 പേരെയുമാണ് പരിഗണിച്ചത്.